ഇത്രയും സഹോദരി സഹോദരന്മാർ ഈ രാത്രി ഒരുമിച്ച് കൂടിയിരിക്കുന്നു എന്നുള്ളത് സന്തോഷകരവും പ്രശംസനീയവുമാണ്. നിങ്ങളെല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരോടും പ്രത്യേകം നന്ദി പ്രാരംഭത്തിലെ അറിയിക്കുന്നു. ബാലസംഘത്തിൻ്റെ പത്തനംതിട്ട സെൻറ്റർ കഴിഞ്ഞ കാലങ്ങളിൽ പല യോഗങ്ങൾ ക്രമീകരിച്ചു. അതിൽ പലതിലും പങ്കെടുക്കുവാനും ശുശ്രൂഷ ചെയ്യുവാനും എനിക്ക് അവസരം ലഭിച്ചു. ഇന്ന് ഒരിക്കൽ കൂടെ ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ ദൈവവചനം ശുശ്രൂഷ ചെയ്യുവാൻ എന്നെ ക്ഷണിച്ചതിൽ പ്രത്യേകം നന്ദി എനിക്കുണ്ട്. ചുമതലപ്പെട്ട എല്ലാ സഹോദരന്മാരോടും എനിക്കുള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കുന്നു എന്ന് കേട്ടത് വളരെ ആശ്വാസകരവും സന്തോഷകരവുമാണ്. തുടർന്നും പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞതിലും സന്തോഷമുണ്ട്. ദൈവം സൗഖ്യം തരാനായിട്ട് ഞങ്ങളും ആഗ്രഹിക്കുന്നു. നേരത്തെ അറിയിച്ചതുപോലെ നമ്മൾ ഇന്നു മുതൽ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് യിരെമ്യാ പ്രവാചകന്റെ ജീവിതത്തെക്കുറിച്ചാണ് എന്ന് മനസ്സിലായല്ലോ. വേദപുസ്തക കഥാപാത്രങ്ങളിൽ വെച്ച് വളരെ പ്രധാനപ്പെട്ട പലരെ നാം പരിചയപ്പെടുന്നു. അതിൽ ഒരു മഹത് വ്യക്തിയാണ് യിരെമ്യാ പ്രവാചകൻ. അദ്ദേഹത്തിൻ്റെ 40 വർഷത്തെ ശുശ്രൂഷാകാലം വളരെ ആവേശം ജനിപ്പിക്കുന്നതാണ്. കഴിഞ്ഞ കാലങ്ങളിൽ പല കഥാപാത്രങ്ങളെക്കുറിച്ച് പഠിക്കുവാനും ചിലത് പഠിപ്പിക്കുവാനുമുള്ള അവസരം കർത്താവ് എനിക്ക് തന്നു. ഒരർത്ഥത്തിൽ എൻ്റെ ശുശ്രൂഷയും എൻ്റെ വിശ്വാസ ജീവിതവും നിലനിർത്തിയിരിക്കുന്നത് തന്നെ ദൈവകൃപയാൽ ഇവരുടെ പലരുടെയും ജീവചരിത്രം വായിച്ച് ധ്യാനിച്ച് ധൈര്യപ്പെട്ടതുകൊണ്ടാണ്. നമ്മളെപ്പോലെയുള്ള സാധാരണ മനുഷ്യര് നമ്മളെക്കാൾ എതിർപ്പുകൾ അനുഭവിച്ച് പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ എങ്ങനെ കർത്താവിനെ സ്നേഹിച്ച് സേവിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വെല്ലുവിളിയായി കണ്ട് അത് ഏറ്റെടുക്കുവാൻ ദൈവം കൃപ തന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രവാചകനാണ് യിരെമ്യാവ്. ഇന്ന് രാത്രി യിരെമ്യാവിനെ കുറിച്ചൊരു മുഖവര എന്ന വണ്ണം നാം ചില കാര്യങ്ങൾ ചിന്തിക്കും. നമുക്കറിയാം, യെശയ്യാവ് മുതൽ മലാഖി വരെ 16 പ്രവചന ഗ്രന്ഥങ്ങളാണ് പ്രവാചകന്മാരുടെ പേരിൽ നമുക്ക് എഴുതപ്പെട്ട് കിട്ടിയിട്ടുള്ളത്. വേറെയും ധാരാളം പ്രവചനങ്ങളും ഭാഗികമായ പ്രവചന ഗ്രന്ഥങ്ങളുമൊക്കെ വിശുദ്ധ ബൈബിളിലുണ്ട്. എങ്കിലും പ്രവചന പുസ്തകങ്ങൾ എന്ന പേരിൽ നാം പരിചയപ്പെടുന്നത് ഈ 16 പ്രവാചകന്മാരുടെ പുസ്തകങ്ങളെയാണ്. അതിൽ അവർ 2ആയി വിഭജിച്ചാണ് വേദപണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾ ചിലരറിയുന്നത് പോലെ അവരെ വലിയ പ്രവാചകന്മാരെന്നും ചെറിയ പ്രവാചകന്മാരെന്നും 2ആയിട്ട് വിഭജിച്ചിരിക്കുന്നു. ഈ വലിയ പ്രവാചകന്മാരുടെ ഗണത്തിൽപ്പെട്ടതാണ് യിരെമ്യാവ്, യെശയ്യാവ്, യെഹെസ്കേൽ, ദാനിയേൽ എന്നുള്ളവർ. ബാക്കിയുള്ള 12 പേര് ചെറിയ പ്രവാചകന്മാരെന്നറിയപ്പെടുന്നത് അവർക്ക് ഈ 4 പ്രവാചകന്മാരെക്കാൾ എന്തെങ്കിലും കുറവുള്ളത് കൊണ്ടല്ല. ഈ 16 പേരും ദൈവസന്നിധിയിൽ വലിയവരാണ്, ശ്രേഷ്ഠന്മാരാണ്, ദൈവത്തിന് ഏറ്റവും വേണ്ടപ്പെട്ടവരാണ്. എന്നാൽ പുസ്തകങ്ങളുടെ വലിപ്പച്ചെറുപ്പം അനുസരിച്ച് ചെറിയ പ്രവാചകന്മാരെന്നും വലിയ പ്രവാചകന്മാരെന്നും 2ആയിട്ട് വിഭജിച്ചിരിക്കുന്നു. ഇതിൽ ഈ 16 പ്രവാചകന്മാരുടെ ജീവകാലഘട്ടം അത് മനസ്സിലാക്കാനായിട്ട് എളുപ്പം നമുക്ക് സാധിക്കുന്ന ഒരു വിഭജന രീതിയുണ്ട്. അത് യഹൂദ ജനത്തിന്റെ ബാബേൽ പ്രവാസത്തോട് ബന്ധപ്പെട്ടാണ്. ബാബേൽ പ്രവാസത്തിന് മുമ്പ് ജീവിച്ചിരുന്നവരാണ് യെശയ്യാവ് മുതലുള്ള 11 പ്രവാചകന്മാർ. അവർ ബാബേൽ പ്രവാസത്തിന് തൊട്ടു മുമ്പാണ് ജീവിച്ച് ശുശ്രൂഷിച്ചത്. രണ്ടാമത്തത് ബാബേൽ പ്രവാസത്തിൽ ശുശ്രൂഷിച്ച പ്രവാചകന്മാരാണ്. അവരാണ് യെഹെസ്കേലും ദാനിയേലും. പിന്നീട് ബാബേൽ പ്രവാസ ശേഷം ഹഗ്ഗായി, സെഖര്യാവ്, മലാഖി എന്നീ പ്രവാചകന്മാർ ശുശ്രൂഷ ചെയ്തു. അങ്ങനെയാണ് 16 പ്രവാചകന്മാരുടെ ജീവകാലഘട്ടം നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 11 പ്രവാചകന്മാരെ നാം വായിക്കുമ്പോൾ, ആ പുസ്തകങ്ങൾ പഠിക്കുമ്പോൾ, ബാബേൽ പ്രവാസത്തിന് മുമ്പ് ദൈവം അവരോട് സംസാരിച്ച കാര്യമാണെന്ന് ഓർക്കുക.
യഗസ്കേൽ പ്രവചനവും ദാനിയേൽ പ്രവചനവും വായിക്കുമ്പോൾ അടിമത്ത കാലത്ത് ദൈവം അവരോട് സംസാരിച്ചതാണെന്ന് ഓർക്കുക. പിന്നീടുള്ള 3 പ്രവചന ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ അവർ ബാബേൽ പ്രവാസം കഴിഞ്ഞ് തിരിച്ച് യെരുശലേമിൽ വന്ന് ആ ജീവിതകാലത്ത് എന്ത് സംഭവിച്ചു എന്നുള്ളതിൻ്റെ സന്ദേശമാണ് എന്നും നാം ഓർത്താൽ നമുക്ക് ഈ പുസ്തകങ്ങൾ മനസ്സിലാക്കാനായിട്ട് കഴിയും. നമ്മൾ യിരെമ്യാ പ്രവചനത്തെക്കുറിച്ചല്ല പഠിക്കുന്നത്, എന്നാൽ ഒരു മുഖവരയായിട്ട് ഈ പുസ്തകങ്ങളൊന്ന് പരിചയപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. യിരെമ്യാവിൻ്റെ ജീവിതം വളരെ വിശാലമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. യിരെമ്യാവിൻ്റെ പ്രവചനം 52 അധ്യായം, വിലാപങ്ങളുടെ പുസ്തകം, ഈ 2 പുസ്തകത്തിൻ്റെയും എഴുത്തുകാരൻ യിരെമ്യാവാണ്. അതുകൂടാതെ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം, 2 ദിനവൃത്താന്ത പുസ്തകം, ഇതിലൊക്കെ യിരെമ്യാവിൻ്റെ ജീവിതം ചിതറിക്കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്കറിയാം, നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ സൂക്ഷിച്ച് പഠിച്ച് മനസ്സിലാക്കുമ്പോഴാണ് യിരെമ്യാവിനെ കുറിച്ചുള്ള ഒരു സാമാന്യ ധാരണ നമുക്ക് ലഭിക്കുന്നത്. ഈ യിരെമ്യാവിനെ കുറിച്ച് പറയാൻ ശ്രമിക്കും മുമ്പ് എൻ്റെ മനസ്സിലേക്ക് വരുന്നൊരു ചിന്ത, ഇവരാരും ദൈവം തങ്ങളെക്കുറിച്ച് ഇങ്ങനെ വിശുദ്ധ ബൈബിൾ എന്നൊരു പുസ്തകത്തിൽ എഴുതി 1000 വർഷം ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് വായിക്കുവാൻ കൊടുക്കും എന്നറിഞ്ഞവരല്ല ഈ പ്രവാചകന്മാരോ വിശുദ്ധന്മാരോ ആരും. അവരെല്ലാം ജീവിച്ച കാലത്ത് ദൈവകൃപ നിമിത്തം ദൈവത്തെ ഭയപ്പെട്ട് ദൈവം ആഗ്രഹിച്ചതുപോലെ ജീവിച്ചു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത് നമുക്ക് രേഖയാക്കി തന്നു. ഓർക്കണം, ഇന്നത്തെ നമ്മുടെ സാഹചര്യം പോലെ അനുകൂലമായ ഒരന്തരീക്ഷവും അന്നവർക്കുണ്ടായിരുന്നില്ല. കൂടി വന്ന് ആരാധിക്കുവാനുള്ള സ്ഥലം, സഭകളോ വചനം പഠിപ്പിക്കുവാനുള്ള ദൈവദാസന്മാരോ ആലോചന പറഞ്ഞ് ആശ്വസിപ്പിച്ച് നടത്തുവാനുള്ള സഹോദരങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതിലെല്ലാം അപ്പുറം അവർക്ക് എഴുതപ്പെട്ട ബൈബിൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ഒരു കാലത്ത് അവർക്ക് എങ്ങനെ ഇത്ര അത്ഭുതകരമായി ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്കൊരു വെല്ലുവിളിയാണ്, ആശ്ചര്യകരമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കിന്ന് എല്ലാ അനുകൂല ഘടകങ്ങളുമുണ്ട്. നമുക്കറിയാം, നാം സാധാരണ പറയുന്നതും കേൾക്കുന്നതുമായ കാര്യം വല്ലാത്ത ഒരു ദുഷിച്ച തലമുറയിൽ നമ്മൾ കഴിയുന്നു എന്നുള്ളതാണ്. ഞാനത് നിഷേധിക്കുന്നില്ല. എന്നാൽ അതിൻ്റെ മധ്യത്തിലും നമുക്ക് യോഗ്യമാവണ്ണം ജീവിച്ച് ദൈവത്തിന് പ്രസാദകരമായതുപോലെ പ്രവർത്തിക്കുവാനും അവനെ സേവിക്കുവാനും നിശ്ചയമായിട്ടും കഴിയും. അതിനുള്ള അനുകൂല ഘടകങ്ങൾ നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. നമ്മളത് ഓർത്തുകൊള്ളുക. അപ്പം അതുകൊണ്ട് യിരെമ്യാവിനെ നമ്മൾ പഠിക്കുമ്പോൾ ഈ വസ്തുത നമ്മൾ പ്രാരംഭത്തിലെ ഓർത്തുകൊള്ളേണ്ടതാണ്. നിങ്ങൾക്ക് ഓർമ്മ വരുമല്ലോ, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വിധവയായ ഒരു ഹന്നയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അല്പകാലം മാത്രം കുടുംബജീവിതം നയിച്ച് ശേഷിച്ച് ദീർഘപതിറ്റാണ്ടുകൾ വിധവയായി കഴിഞ്ഞ ഒരു സഹോദരി. പക്ഷേ അവരെക്കുറിച്ച് ആശ്ചര്യകരമായി നമ്മൾ വായിക്കുന്നത്, അവർ ദേവാലയം വിട്ടുപിരിയാതെ കഴിഞ്ഞു. ഏത് ദേവാലയം? കർത്താവ് നിങ്ങൾ ഇത് കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു എന്ന് പറഞ്ഞ അങ്ങനെയുള്ള ദുഷിച്ച രീതികൾ പുലരുന്ന ആ ആലയത്തിനുള്ളിൽ അവൾ ഭക്തിയോടെ ദൈവത്തെ സ്നേഹിച്ചു കഴിഞ്ഞു. അതിൽ നിന്ന് എന്താ നമ്മൾ മനസ്സിലാക്കുന്നത്? സാഹചര്യങ്ങൾ പ്രതികൂലമാകാം, പലരും ദൈവനിഷേധികളായി തീരാം, നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ജീവിത രീതികൾ പലരിലും കണ്ടേക്കാം. എന്നാൽ കർത്താവ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് കർത്താവിൽ ശരണപ്പെട്ട് നാം കർത്താവിനെ പ്രസാദിപ്പിക്കുക, അതാണ് ഈ പഠനം കൊണ്ട് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. നമുക്ക് യിരെമ്യാവിലേക്ക് വരാം. അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞാൽ യിരെമ്യാവ് ആരാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് 2 വാക്യം കൊണ്ട് യിരെമ്യാവിന്റെ ജീവിതത്തെ സംഗ്രഹിക്കാം. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 1ഉം 2ഉം വാക്യം ഇപ്പോൾ വായിച്ച് കേൾപ്പിക്കും. ആ 2 വാക്യങ്ങൾ വാസ്തവത്തിൽ യിരെമ്യാവിന്റെ ജീവിത സംഗ്രഹമാണ്, അതിന്റെ വിശദീകരണമാണ് മറ്റ് ഭാഗങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. വിലാപങ്ങൾ 3-ന്റെ 1ഉം 2ഉം. ഞാൻ അവന്റെ കോപത്തിന്റെ വടി കൊണ്ട് കഷ്ടം കണ്ട പുരുഷനാകുന്നു. അവൻ എന്നെ വെളിച്ചത്തിലല്ല ഇരുട്ടിലത്രേ നടത്തിക്കൊണ്ട് പോന്നിരിക്കുന്നത്. അതെ, ഇത് യിരെമ്യാവിന്റെ ജീവിത സാക്ഷ്യമാണ്. മതി, ഇത് യിരെമ്യാവിന്റെ ജീവിത സാക്ഷ്യമാണ്. അവൻ എന്നെ വെളിച്ചത്തിലല്ല
ഇരുട്ടിലത്രേ നടത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ അവന്റെ കോപത്തിന്റെ വടി കൊണ്ട് അടി കൊണ്ട പുരുഷനാകുന്നു. കഷ്ടം കണ്ട പുരുഷൻ എന്ന് പറഞ്ഞാൽ യിരെമ്യാവ് അനുഭവിച്ച കഷ്ടതകളെക്കുറിച്ച് 2 വാക്യങ്ങളിൽ രേഖയാക്കിയിരിക്കുക. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് യിരെമ്യാവ് ദൈവം ഇരുട്ടിലൂടെ നടത്തിയ പ്രവാചകൻ എന്ന് നമ്മൾ പറഞ്ഞത്. എന്തായിരുന്നു ദൈവം ഇരുട്ടിൽ കൂടി നടത്തി എന്ന് പറഞ്ഞപ്പോൾ യിരെമ്യാവ് അനുഭവിച്ച കഷ്ടതകൾ? ദൈവത്തിന്റെ വാക്കിന് അനുസരണം കാണിക്കാൻ തയ്യാറായപ്പോൾ യിരെമ്യാവ് എന്തൊക്കെയായിരുന്നു സഹിക്കേണ്ടി വന്നത്? അവന്റെ ചാർച്ചക്കാര്, അവന്റെ കുടുംബക്കാര്, അവന്റെ കൂട്ടുകാര്, നമ്മുടെ വാക്കിൽ പറഞ്ഞാൽ അവന്റെ സഭക്കാര് അവനോട് എങ്ങനെയായിരിക്കും പെരുമാറിയത്? അവനോട് എന്തൊക്കെ ശുശ്രൂഷകൾ ചെയ്യുവാനായിട്ടാണ് ദൈവം ആവശ്യപ്പെട്ടത്? ആ ശുശ്രൂഷകൾ ചെയ്തപ്പോൾ അവൻ അനുഭവിക്കേണ്ടി വന്ന കൊടും വേദനകൾ എത്ര വലുതായിരുന്നു? ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ യിരെമ്യാവിനെ കുറിച്ച് പഠിക്കേണ്ടി വരും. നമുക്ക് 1, 2, 3 എന്നൊക്കെ ഇട്ട് പഠന സൗകര്യാർത്ഥം നമുക്കിങ്ങനെ പറഞ്ഞു പോകാം. 1, യിരെമ്യാവിന്റെ ജീവിത കാലഘട്ടം. നമ്മൾ യിരെമ്യാ പ്രവചനത്തിലേക്ക് വരികയാണ്. 1-ാം അധ്യായം 2, 3 വാക്യങ്ങൾ വായിക്കുമ്പോൾ യിരെമ്യാവിന്റെ കാലഘട്ടത്തെക്കുറിച്ച് നമുക്കൊരു സാമാന്യ ധാരണ കിട്ടുന്നു. യിരെമ്യാവ് 1:2, 3. അവൻ യെഹൂദ രാജാവായി ആമോന്റെ മകനായ യോശിയാവിന്റെ കാലത്ത് അവന്റെ വാഴ്ചയുടെ 13-ാം ആണ്ടിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായി. യഹൂദ രാജാവായി യോശിയാവിന്റെ മകനായി യഹോയാക്കീമിന്റെ കാലത്തും യഹൂദ രാജാവായി യോശിയാവിന്റെ മകനായ സിദെക്കിയാവിന്റെ 11-ാം ആണ്ടിന്റെ അവസാനം വരെയും 5-ാം മാസത്തിൽ യെരൂശലേമ്യരെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയതുവരെയും തന്നെ അങ്ങനെ ഉണ്ടായി. യിരെമ്യാവ് മനശ്ശെ എന്ന് പറയുന്ന നീചനായ യഹൂദ രാജാവിന്റെ കാലത്താണ് ജനിക്കുന്നത്. അതിനെക്കുറിച്ചൊരു വിശദമായ പഠനത്തിന് നമുക്ക് നമ്മുടെ ഈ സമയത്ത് അത് നമുക്ക് മുതിരുന്നില്ല. എന്നാൽ ഒരു സൂചന പറയുന്നു എന്ന് മാത്രം. യാതൊരു ആത്മീക വെളിച്ചവുമില്ലാതിരുന്ന, സർവത്ര ആത്മീക അന്ധകാരം നിറഞ്ഞ ഒരു കാലമായിരുന്നു മനശ്ശെയുടെ കാലം. നമുക്ക് ആശ്ചര്യം തോന്നുന്നത് യഹൂദയിൽ നവീകരണ കർത്താവ് എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന ഹിസ്കിയ രാജാവിന്റെ മകനായിരുന്നു ഈ മനശ്ശെ എന്നുള്ളതാണ്. അദ്ദേഹം 55 കൊല്ലം യഹൂദ രാജ്യത്ത് ദുർഭരണം നടത്തി. അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മകൻ ആമോൻ 2 കൊല്ലം അതേ ദുർഭരണം നടത്തി. അങ്ങനെ 57 വർഷം വചനവിരുദ്ധമായ ഒരു ജീവിത രീതി അതായിരുന്നു യഹൂദയെ സംബന്ധിച്ച് ഉണ്ടായിരുന്നത്. ദൈവത്തിന്റെ ആലയത്തിൽ പോലും അന്യദൈവങ്ങളെ ആരാധിക്കുന്ന, വിഗ്രഹങ്ങളെ സ്ഥാപിക്കുന്ന അതിനീചമായ ഒരു ആരാധനാ സമ്പ്രദായം. അങ്ങനെയുള്ള തകർച്ചയുടെ മധ്യത്തിലാണ് യിരെമ്യാവ് ജനിക്കുന്നത്. എന്നാൽ യിരെമ്യാവ് ജീവിച്ച കാലഘട്ടത്തിലെ രാജാക്കന്മാരെ കുറിച്ച് ഒരു വിശദീകരണം നമ്മൾ ഈ വായിച്ച ആ ഭാഗത്തുണ്ട്. അദ്ദേഹം ഏതാണ്ട് 5 രാജാക്കന്മാരുടെ കാലത്ത് അദ്ദേഹം ജീവിച്ചിരുന്നു എന്നാണ് നമ്മൾ ഈ ഭാഗത്ത് വായിച്ചത്. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ഭക്തിയോടെ ജീവിക്കാൻ കഴിയാത്ത ഒരു കാലം, ആ കാലത്ത് ദൈവം യിരെമ്യാവിനെ ജനിക്കുവാനുള്ള അവസരമാണ് നൽകിയത്. ദൈവത്തിന് പ്രത്യേക ഉദ്ദേശമുണ്ടായിരുന്നു. എല്ലാവരും ഭക്തരായി കഴിയുമ്പോൾ അതിന് മധ്യത്തിൽ ഒരു ഭക്തനായിരിക്കുക എന്നല്ല ദൈവം ചിന്തിച്ചത്. പകരം ഈ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ, അനാത്മീയത്വത്തിന്റെ മധ്യത്തിൽ, ഈ ആത്മീയ അന്ധകാരം നിറഞ്ഞതിന്റെ മധ്യത്തിൽ യിരെമ്യാവ് വേറിട്ടൊരു സ്വഭാവമുള്ള ആത്മീയനായിരിക്കണം എന്ന് കർത്താവ് ആഗ്രഹിച്ചു. അങ്ങനെയാണ് യിരെമ്യാവിനെ ദൈവം എഴുന്നേൽപ്പിച്ചത്. മനശ്ശെയാണ് യെശയ്യാ പ്രവാചകനെ കൊന്നത് എന്ന് നമുക്കറിയാം. പക്ഷെ മനശ്ശെക്ക് യിരെമ്യാവിന്റെ ജനനത്തെ തടയാൻ കഴിഞ്ഞില്ല. ദൈവത്തിന്റെ ഹിതം നടപ്പാക്കുന്നതിൽ നിന്നും ദൈവത്തെ പിന്തിരിപ്പിക്കുവാൻ മനശ്ശെയുടെ വാളിനോ അവന്റെ അന്യദൈവ സേവയ്ക്കോ സാധിക്കുന്നതായിരുന്നില്ല. നമ്മൾ വായിക്കുന്നുണ്ട് വേദപുസ്തകത്തിൽ, ദൈവവചനത്തിനോ ബന്ധനമില്ല. ദൈവദാസന്മാരെ ബന്ധിക്കാൻ കഴിയും, കൊല്ലുവാൻ കഴിയും, അവരെ ക്രൂരമായി
പീഡിപ്പിക്കാൻ കഴിയും, വേദനിപ്പിക്കാൻ കഴിയും. പക്ഷേ ദൈവവചനത്തിനോ ബന്ധനമില്ല. അതാണ് യിരെമ്യാവിന്റെ ജീവിതം കൊണ്ട് നാം മനസ്സിലാക്കുന്നത്. അപ്പോൾ യിരെമ്യാവ് യോശിയാവിന്റെ 13-ാം ആണ്ട് മുതൽ യെരുശലേം നാശം വരെ 40 വർഷം യഹൂദയിൽ ശുശ്രൂഷിച്ചു. ഇത് യഹൂദയിലെ അവസാന രാജാക്കന്മാരുടെ കാലമായിരുന്നു. BC 626 മുതൽ 586 വരെയുള്ള കാലത്താണ് യിരെമ്യാവ് ജീവിച്ച് ശുശ്രൂഷിച്ചത്. യിരെമ്യാവിന്റെ മാത്രം ഒരു പ്രത്യേകത, അദ്ദേഹം ബാബേൽ പ്രവാസകാലം പ്രവചിച്ചു. മാത്രമല്ല, ആ ബാബേൽ പ്രവാസം അദ്ദേഹം കണ്ടു. ആ പ്രവാസ കാലത്ത് അദ്ദേഹം ജീവിച്ചിരുന്നു. അങ്ങനെ ബാബേൽ പ്രവാസത്തിന് മുമ്പും പ്രവാസത്തിലും ജീവിച്ചിരുന്ന, യെരുശലേമിന്റെ നാശം കണ്ട് കരഞ്ഞ ഒരു വലിയ മനുഷ്യനാണ് യിരെമ്യാ പ്രവാചകൻ. 2, അദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലം. 1-ാം അധ്യായം 1-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. എന്താണ് യിരെമ്യാവിന്റെ കുടുംബ പശ്ചാത്തലം? ബെന്യാമീൻ ദേശത്ത് അനാഥോത്തിലെ പുരോഹിതന്മാരിൽ ഹിൽക്കിയാവിന്റെ മകനായ യിരെമ്യാവിന്റെ വചനങ്ങൾ. അപ്പോൾ ഇതിൽ നമുക്ക് വളരെ സ്പഷ്ടമായി പല കാര്യങ്ങൾ അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹം ബെന്യാമിൻ ദേശക്കാരനായിരുന്നു. അനാഥോത്തിലെ പുരോഹിതനായ ഹിൽക്കിയാവിന്റെ മകനായിരുന്നു. അപ്പോൾ 2-3 കാര്യം അവിടെ നമ്മൾ ഓർക്കേണ്ടത്. ഒന്ന്, അദ്ദേഹം അനാഥോത്തുകാരനാണ്. യെരുശലേമിൽ നിന്നും 5 കിലോമീറ്റർ വടക്കു കിഴക്ക് മാറിയുള്ള ഒരു സ്ഥലമാണ് അനാഥോത്ത് എന്ന് പറയുന്നത്. ബെന്യാമീൻ ഗോത്രം ലേവി ഗോത്രത്തിലെ അഹരോൻ കുടുംബത്തിന് അവകാശമായി നൽകിയ സ്ഥലമാണ് ഈ അനാഥോത്ത്. യോശുവയുടെ പുസ്തകം 21-ാം അധ്യായം 13 മുതൽ 19 വരെ പിന്നീട് വായിച്ചു നോക്കിയാൽ നമുക്കിത് മനസ്സിലാകും. ഇതൊരു പുരോഹിത പട്ടണമായിരുന്നു. അനാഥോത്തുകാരൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകും അതൊരു പുരോഹിത പട്ടണത്തിൽ ഉള്ളവനാണ്. 2, ഇദ്ദേഹം ഒരു പുരോഹിതന്റെ പുത്രനായിരുന്നു, ഹിൽക്കിയ പുരോഹിതന്റെ മകൻ. അത് തന്നെ വളരെ ശ്രദ്ധേയമാണ്. അനാഥോത്ത് പട്ടണത്തിൽ അഹരോന്യ കുടുംബത്തിൽ ഹിൽക്കിയാവ് എന്ന പുരോഹിതന്റെ മകനായിട്ട് യിരെമ്യാവ് ജനിച്ചു. യിരെമ്യാവിന്റെ മാതാപിതാക്കൾ ഭക്തരായിരുന്നോ അല്ലയോ എന്ന ചോദ്യം ഇവിടെ ആവശ്യം വരുന്നില്ല. അദ്ദേഹത്തിന്റെ പേര് തന്നെ അവന്റെ അപ്പനും അമ്മയും ദൈവഭക്തരായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ്. പിന്നീട് യോശിയ രാജാവിന്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ദിനവൃത്താന്ത പുസ്തകത്തിൽ ഈ ഹിൽക്കിയ പുരോഹിതനെയും അദ്ദേഹത്തിന്റെ ശുശ്രൂഷകളെയും നമ്മൾ കാണുന്നുണ്ട്. അതിൽ നിന്നൊക്കെ ഹിൽക്കിയ പുരോഹിതൻ വളരെ ഭക്തനായ ഒരു പുരോഹിതനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. എന്തായിരുന്നു യിരെമ്യാവ് എന്ന പേരിന്റെ അർത്ഥം? യിരെമ്യാവ് എന്ന് പറഞ്ഞാൽ യഹോവ ഉയർത്തും എന്നാണ് അതിന്റെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, ആത്മീയമായി വളരെ താഴ്ന്ന കാലത്താണ് ദൈവം ഉയർത്തും എന്ന് ഹിൽക്കിയാവ് തന്റെ മകന് പേരിട്ടത്. ഇവിടെ ഓർക്കേണ്ടത്, വിശുദ്ധ വേദപുസ്തകത്തിലെ, പ്രത്യേകിച്ച് പഴയ നിയമത്തിലെ പേരുകൾ പലതും ഒന്നുകിൽ വ്യക്തികളുടെ സ്വഭാവത്തോട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ചില പ്രത്യേക സംഭവങ്ങളോട് ബന്ധപ്പെട്ടോ ആണ് രേഖയാക്കിയിട്ടുള്ളത്. 1-2 ഉദാഹരണങ്ങൾ വേണമെങ്കിൽ പറയാമെന്ന് വിചാരിക്കുക. നമുക്കറിയാം, അബ്രഹാമിന് ദൈവം വിളിച്ചു, അവന് അബ്രഹാം എന്ന് പേരിട്ടു. നമുക്കറിയാവുന്നതുപോലെ അബ്രാം എന്ന് പറഞ്ഞാൽ ജാതികൾക്ക് പിതാവ്, അബ്രഹാം എന്ന് പറഞ്ഞാൽ ബഹുജാതികൾക്ക് പിതാവ്. അബ്രഹാമിനോട് ബന്ധപ്പെട്ട് ദൈവം എന്ത് ചെയ്യുവാൻ പോകുന്നുവോ അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ പേരുകൾ അങ്ങനെ മാറ്റിയിട്ടത്. യാക്കോബിനെ നമുക്ക് പരിചയമുണ്ട്. അബ്രഹാമിന്റെ മകൻ ഇസഹാക്കിന്റെ മകനായ യാക്കോബ്. യാക്കോബ് എന്ന പേരിന്റെ അർത്ഥം ഉപായി എന്നാണെന്ന് നമുക്കറിയാം. പക്ഷേ യാക്കോബിന് ദൈവത്തിന് ആവശ്യമുണ്ടായിരുന്നു. ദൈവം യാക്കോബിനെ സ്നേഹിച്ചു. ദൈവത്തിന് അവനെ ഉപയോഗിക്കണമായിരുന്നു. പക്ഷേ അവന്റെ ഉപായത്തോടുകൂടെ അവനെ ഉപയോഗിക്കാൻ കഴിയുമായിരുന്നില്ല. അവൻ അപ്പനെ വഞ്ചിച്ചു, ചേട്ടനെ വഞ്ചിച്ചു, അമ്മായപ്പനെ വഞ്ചിച്ചു. അങ്ങനെ വഞ്ചിക്കുന്ന ഉപായിയായ യാക്കോബിനെ അതേ പ്രകൃതിയോടുകൂടെ ഉപയോഗിക്കുവാൻ ദൈവത്തിന് കഴിഞ്ഞില്ല. നാം അറിയുന്നത് പോലെ യബ്ബോ കടവിൽ വെച്ച് ദൂതനുമായുള്ള മൽപ്പിടുത്തത്തിൽ യാക്കോബിന്റെ തുടയുടെ തടം ഉളുക്കി അവനെ വികലാംഗനാക്കി, ബലഹീനനാക്കി മാറ്റി. അവന്റെ കാൽ ബലഹീനമാക്കി.
അവന്റെ കാലുള്ളിടത്തോളം കാലം, ശക്തി ഉള്ളിടത്തോളം കാലം അവൻ ആരെയും വഞ്ചിക്കും, ഓടി രക്ഷപ്പെടും എന്നാണ് കരുതിയത്. എവിടെ ബലമായി അവൻ കണ്ടോ ആ ശക്തി ദൈവം ബലഹീനമാക്കി. എന്നിട്ട് ദൈവം അവന് പേര് മാറ്റിയിട്ടു. നാം അറിയുന്നത് പോലെ ഇസ്രയേൽ. ഇസ്രയേൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പോരാളി എന്നാണ്. നമ്മുടെ ബുദ്ധിക്ക് എത്തിപ്പെടാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. ലോകത്തിലെ ആരെങ്കിലും ബലഹീനനായൊരു മനുഷ്യനെ, വികലാംഗനായൊരു മനുഷ്യനെ പോരാളിയായി തെരഞ്ഞെടുക്കുമോ? അവർക്ക് വേണ്ടത് ആരോഗ്യമുള്ളവരെയാ, ബലമുള്ളവരെയാ. പക്ഷെ ദൈവം ബലഹീനന്മാരെ ഉപയോഗിക്കുന്നു. ദൈവത്തിന് ആവശ്യം ദൈവത്തിന്റെ വാക്കിനനുസരിച്ച് യോഗ്യമായി, വിശുദ്ധമായി, സത്യസന്ധമായി ജീവിക്കാൻ മനസ്സുള്ളവരെയാ. ദൈവം യാക്കോബിനെ ഉപയോഗിച്ച് നമുക്കറിയാം, അവൻ ഇസ്രയേൽ എന്ന് അറിയപ്പെട്ടു. മെഥൂശലേഖ് എന്ന പേരിന്റെ അർത്ഥം നമ്മളൊക്കെ സൺഡേ സ്കൂളിലെ പഠിച്ചിട്ടുണ്ട്. അവൻ മരിക്കുമ്പോൾ അത് സംഭവിക്കും. ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രായത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യനായിരുന്നല്ലോ അദ്ദേഹം. എന്തുകൊണ്ട് അദ്ദേഹത്തിന് പ്രായം ദൈവം ദീർഘിച്ചു കൊടുത്തു എന്ന ചോദ്യത്തിന് അവൻ മരിക്കുമ്പോൾ അത് സംഭവിക്കും എന്ന പേരിന്റെ അർത്ഥം ഗ്രഹിച്ചാൽ മതി. മെഥൂശലേഖ് മരിക്കുമ്പോൾ ദൈവം ലോകത്ത് ജലപ്രളയത്താൽ ന്യായവിധി നടത്തുകയും ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്യും. അപ്പൊ ദൈവത്തിന്റെ കരുണ ദീർഘമാക്കിയ കാലമായിരുന്നു മെഥൂശലേഖിന്റെ കാലം. അപ്പൊ ഇങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ വേദപുസ്തകത്തിലെ പേരുകൾക്ക് വളരെ വ്യക്തമായ അർത്ഥമുണ്ട്. അതിനേതെങ്കിലും സംഭവങ്ങളായിട്ടോ വ്യക്തികളായിട്ടോ വളരെ ആഴമായ ബന്ധമുണ്ട്. ആ വിധത്തിൽ നാം ചിന്തിക്കുമ്പോൾ യിരെമ്യാവ് എന്ന വാക്ക്, ആ പേര് വളരെ വിശ്വാസത്തോടു കൂടെയാണ് ഹിൽക്കിയാവ് തന്റെ മകനിട്ടത്. ദൈവം ഉയർത്തും. ആത്മീകമായി താഴ്ന്ന ഈ സ്ഥിതിയിൽ നിന്നും ദൈവം തന്റെ ജനത്തെ ഉയർത്തും എന്ന് ഹിൽക്കിയാവ് വിശ്വസിച്ചു. ഒരുപക്ഷെ തന്റെ മകനെ തന്നെ ദൈവം അതിനുവേണ്ടി ഉപയോഗിക്കുമോ? അദ്ദേഹം അങ്ങനെയും ചിന്തിച്ചു കാണാം എന്ന് നമുക്ക് ഊഹിക്കാം. ദൈവം ഏതായാലും ഭക്തിയുള്ള ഒരു കുടുംബത്തിൽ ജനിക്കുവാൻ യിരെമ്യാവിന് ഭാഗ്യം നൽകി. അവന്റെ അപ്പനും അമ്മയും വിശ്വാസവും പ്രത്യാശയുമുള്ളവരായി തങ്ങളുടെ മകന് യിരെമ്യാവ് എന്ന് പേരിട്ടു. ദൈവത്തിന് അത് പ്രസാദമായി. അങ്ങനെ യിരെമ്യാവ് വളർന്നു. യിരെമ്യാവ് ഒരു പുരോഹിത കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് നിശ്ചയമായും പുരോഹിതനാകുവാനുള്ള എല്ലാ പരിശീലനവും നേടി എന്ന് നമുക്കറിയാം. ഏകദേശം 20 വയസ്സാണ് ഇപ്പോൾ യിരെമ്യാവിന്. എന്ന് പറഞ്ഞാൽ പുരോഹിത ശുശ്രൂഷയ്ക്കായിട്ടുള്ള ഒരുക്കം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. നാം വായിക്കുന്ന പോലെ 25 വയസ്സ് മുതലാണ് പുരോഹിത ശുശ്രൂഷ സാധാരണഗതിയിൽ ആരംഭിക്കുക. എന്നാൽ 20 വർഷം വരെ നിയമപരമായ പഠനവും അതിനുശേഷം പ്രായോഗികമായ പരിശീലനവും 25 വയസ്സ് വരെ നേടിയിട്ടാണ് അവർ ആ വലിയ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നത്. അങ്ങനെയെങ്കിൽ യിരെമ്യാവ് ഇപ്പോൾ പുരോഹിതനായിരിക്കാനുള്ള എല്ലാ യോഗ്യതയും നേടി, അവൻ എല്ലാ പരിശീലനവും കഴിഞ്ഞ് പ്രതീക്ഷയോടുകൂടി ഇരിക്കുകയാണ്. അഹരോന്റെ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് ഒരു പക്ഷേ അവൻ മഹാപുരോഹിതനാകാൻ വരെ സാധ്യതയുണ്ട്. ആ ചിന്തകളൊക്കെ യുവാവായ യിരെമ്യാവിന്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. ദൈവം എന്നെ പുരോഹിതനായി തെരഞ്ഞെടുത്തു, ദൈവം എന്നെ നിശ്ചയമായിട്ടും ഒരു മഹാപുരോഹിതനാക്കിയേക്കും. അങ്ങനെ യഹൂദന്റെ മധ്യത്തിൽ, ദൈവജനത്തിന്റെ മധ്യത്തിൽ ആദരണീയമായി ശുശ്രൂഷ ചെയ്ത് കർത്താവിനെ സേവിക്കാം എന്ന് യിരെമ്യാവ് കരുതിയിരിക്കുന്ന കാലത്താണ് അപ്രതീക്ഷിതമായി ദൈവശബ്ദമുണ്ടാകുന്നത്. നമുക്ക് ആ വാക്യങ്ങൾ വായിക്കണം. 1-ാം അധ്യായം 4-5 വാക്യങ്ങൾ. യിരെമ്യാവിനെ ദൈവം വിളിക്കുന്നു. 4ഉം 5ഉം വാക്യം, യിരെമ്യാവ് 1-ാം അധ്യായം. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. എന്നാൽ ഞാൻ മതി. ഇത് യിരെമ്യാവിന് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയാത്ത അപ്രതീക്ഷിതമായ ഒരു അരുളപ്പാടായിരുന്നു. യിരെമ്യാവിന് ആദ്യമുണ്ടായ ദൈവിക ദർശനത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. ഒരു പുരോഹിതനായിരിക്കാനുള്ള എല്ലാ യോഗ്യതയും തികഞ്ഞ് അതിനുവേണ്ടി ആഗ്രഹിച്ച്, നമ്മുടെ വാക്കിൽ പറഞ്ഞാൽ സ്വപ്നം കണ്ടു കഴിയുക. അങ്ങനെയുള്ള യിരെമ്യാവിനോട് അവിചാരിതം എന്നവണ്ണം ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി. യിരെമ്യാവേ, നിന്നെ ഞാൻ അമ്മയുടെ ഉദരത്തിലെ തെരഞ്ഞെടുത്തു. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകും മുമ്പ് തന്നെ ഞാൻ നിന്നെ അറിഞ്ഞ് തെരഞ്ഞെടുത്തു. അതുകൊണ്ട് നീ പ്രവാചക ശുശ്രൂഷ ചെയ്യണം. നമുക്കിത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാ, ആലോചിച്ചാൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാ. അതിന്റെ കാരണം
ഈ പുരോഹിത ശുശ്രൂഷയും പ്രവാചക ശുശ്രൂഷയും തമ്മിലുള്ള അന്തരം, വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. അപ്പോഴാണ് ഒരിക്കലും സാധാരണഗതിയിൽ ഒരു പ്രവാചകന് ഇത് അംഗീകരിക്കാൻ കഴിയുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരുന്നത്. പുരോഹിത ശുശ്രൂഷയേക്കാൾ എന്തുകൊണ്ടും 5 കാര്യങ്ങളിലെങ്കിലും പ്രവാചകന്മാർ കുറവുള്ളവരായി, അല്ലെങ്കിൽ അവരെക്കാൾ താഴെ നിലയിലാണ് കാണപ്പെട്ടത്. പ്രവാചകന്മാരെക്കാൾ എന്തുകൊണ്ടും ഒരു 5 കാര്യങ്ങളിലെങ്കിലും പുരോഹിതന്മാർ ശ്രേഷ്ഠന്മാരും യോഗ്യനുമായി നാം കാണുന്നു. ഓരോ വാക്ക് പറഞ്ഞ് ആ കാര്യം അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, പുരോഹിതന്മാർക്ക് ആരെയും വിമർശിക്കേണ്ട കാര്യമില്ല. ഒരു മനുഷ്യനോടും കുറ്റം പറയേണ്ട കാര്യമില്ല. ഞാൻ പാപം ചെയ്തു എന്ന് പറഞ്ഞ് സമ്മതിച്ചുകൊണ്ട് യാഗമൃഗവുമായി തലയും താഴ്ത്തി വരുന്ന മനുഷ്യനോട് അവന്റെ യാഗം അർപ്പിച്ച് അവനെ ആശ്വസിപ്പിച്ച് പറഞ്ഞു വിട്ടാൽ മതി. പക്ഷേ പ്രവാചകന്മാർ അങ്ങനെയല്ലല്ലോ. പ്രവചനങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുന്നില്ലേ? എത്ര കഠിനമായിട്ടാണ് അവരുടെ മുഖത്തു നോക്കി, ജനത്തിന്റെ മുഖത്തു നോക്കി അവർ സംസാരിച്ചത്. പ്രവാചകന്മാർ ഒരിക്കലും ദയ കാണിക്കാതെ കഠിനമായിട്ട് സംസാരിക്കേണ്ടവരായിരുന്നു. ഉദാഹരണം പറഞ്ഞാൽ, നാഥാൻ പ്രവാചകൻ മഹാനായ ദാവീദ് രാജാവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞില്ലേ, ആ മനുഷ്യൻ നീ തന്നെയാണ്. അപ്പൊ അത്ര കർക്കശമായി പാപത്തിനെതിരെ സംസാരിക്കുക എന്നുള്ള ചുമതലയായിരുന്നു പ്രവാചകനുണ്ടായിരുന്നു. യിരെമ്യാവിന് അതറിയാം. യിരെമ്യാവിനെ പ്രവാചകനായി വിളിച്ചു. രണ്ടാമത്തെ കാര്യം, പുരോഹിതനായിരിക്കുക എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തിൽ അതിന് വ്യക്തമായ തെളിവുണ്ട്. ഒരാൾ ചോദിക്കുക, നീ പുരോഹിതനായിരിക്കുന്നത് എന്തുകൊണ്ടാ, ആര് പറഞ്ഞിട്ടാ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് കൃത്യമായ തെളിവ് ന്യായപ്രമാണത്തിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. പക്ഷെ പ്രവാചകന്മാരെ സംബന്ധിച്ച് അവർക്കൊന്നും കാണിക്കാൻ രേഖകളില്ല, തെളിവുകളില്ല. ഇപ്പൊ ഒരാൾ വന്ന് ചോദിക്കുക, നീ എന്തുകൊണ്ടാ ഇത്ര മോശമായിട്ട് ഞങ്ങളോട് സംസാരിക്കുന്ന, നിനക്ക് എന്താ അധികാരം എന്ന് ചോദിച്ചാൽ രേഖയെടുത്ത് കാണിച്ച്, സർട്ടിഫിക്കറ്റ് കാണിച്ച്, ദാ ഇതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയാൻ ഒരു പ്രവാചകനും ഇല്ല. പ്രവാചകൻ പറയുന്നു, ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. അപ്പോൾ യിരെമ്യാവിന്റെ ശുശ്രൂഷയെ ചോദ്യം ചെയ്യുമെന്നും യിരെമ്യാവ് ആക്ഷേപിക്കപ്പെടുമെന്നൊക്കെ യിരെമ്യാവിന് അറിയാം. അതാണ് പ്രവാചക ശുശ്രൂഷയുടെ രണ്ടാമത്തെ പരിമിതി എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം, പുരോഹിത ശുശ്രൂഷയ്ക്ക് അല്ലെങ്കിൽ പുരോഹിതന് ഉപജീവനത്തിന് വകയുണ്ട്. സമൃദ്ധമായ കൂട്ടായ്മ തനിക്ക് ലഭിക്കും. നമ്മുടെ വാക്കിൽ പറഞ്ഞാൽ, നാം അറിയുന്നത് പോലെ അവർ യാഗം അർപ്പിക്കുമ്പോൾ അതിന്റെ മേധസ്സും രക്തവും മാറ്റിവെച്ചാൽ മറ്റ് ബഹുഭൂരിപക്ഷം ഭാഗവും പുരോഹിതന് ഉപജീവനത്തിനുള്ളതാണ്. അവനും ഭാര്യയ്ക്കും മക്കൾക്കും സുഖമായി ജീവിക്കാം. അപൂർവം ചില യാഗങ്ങൾ മാത്രമേ സമ്പൂർണമായി ദഹിപ്പിച്ചിട്ടുള്ളൂ. എന്നാൽ പ്രവാചകന്മാരെ സംബന്ധിച്ച് നാം നോക്കിയാൽ അവർക്ക് ഉപജീവനത്തിനുള്ള യാതൊരു വകയും ഉണ്ടായിരുന്നില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, യഹൂദ ചരിത്രത്തിൽ ഏറ്റവും സാമ്പത്തിക ഭദ്രതയുണ്ടായിരുന്ന കാലമാണ് ആമോസ് പ്രവാചകന്റെ കാലം. ആമോസിന്റെ പ്രവചനം നമ്മൾ വായിക്കുന്നുണ്ട്. അന്ന് ജനത്തിന് ആനക്കൊമ്പ് കൊണ്ടുള്ള കട്ടിലുണ്ടായിരുന്നു, ചന്ദനമരം കൊണ്ടുള്ള ഇരിപ്പിടമുണ്ടായിരുന്നു. അവർക്ക് മേത്തരമായ ആട്ടുകൊറ്റന്മാരെയും മറ്റും വീഞ്ഞും ഉപജീവിക്കാനുണ്ടായിരുന്നു. വില കൂടിയ വാദ്യത്രം ഉപയോഗിച്ചിരുന്നു. ഏറ്റവും വില കൂടിയ മേത്തരമായ അവര് സൗരഭ്യം പൂശിയിരുന്നു എന്നൊക്കെ വായിക്കുന്നുണ്ട്. അങ്ങനെ സമ്പൽ സമൃദ്ധമായൊരു കാലം. അന്ന് വേനൽക്കാല വസതിയും മഴക്കാല വസതിയും അവർക്കുണ്ടായിരുന്നു. എന്നാൽ ആ കാലത്ത് ജീവിച്ച് ശുശ്രൂഷിച്ച ആമോസിനെ കുറിച്ച് നാം വായിക്കുന്നത്, ആമോസ് കാട്ടത്തിപ്പഴം പെറുക്കി തിന്ന് ഉപജീവിച്ചുവെന്നാണ്. ആമോസിനെ കളിയാക്കി പറയുന്നുണ്ടല്ലോ, എടോ ദർശക, നീ ഈ ദേശത്തൊന്നും പ്രവചിക്കരുത്, നേരെ അപ്പുറം പോ, എന്നിട്ട് അവിടെ ഉപജീവിച്ച് അവിടെ പ്രസംഗിച്ച് ഉപജീവനം കഴിച്ചുകൊള്ളുക എന്ന് പറഞ്ഞാൽ, പ്രസംഗം ആഹാരത്തിന് വേണ്ടിയാണ്, ഉപജീവനത്തിനാണെന്ന് ആക്ഷേപിച്ച ആളുകളാണ് ആമോസിന്റെ കാലത്തുണ്ടായിരുന്നത്. അപ്പോൾ പ്രവാചക ശുശ്രൂഷ വളരെ കഷ്ടമായിരുന്നു. നാലാമത്തെ കാര്യം, പുരോഹിത ശുശ്രൂഷ ആദരവ് ലഭിക്കുന്നതായിരുന്നു, ബഹുമാനം ലഭിക്കുന്നതായിരുന്നു. യഹൂദന മധ്യത്തിൽ ഒരാൾക്ക് കുഷ്ഠമുണ്ടായി എന്ന് കരുതുക. അത് കുഷ്ഠരോഗിയാണെന്ന് വിധിക്കേണ്ടത് പുരോഹിതൻ,
ഇനി അത് മാറി, പാളയത്തിന് പുറത്തായിരുന്നു, അത് മാറിയെന്ന് ഉറപ്പുവരുത്തേണ്ടത്, സർട്ടിഫൈ ചെയ്യേണ്ടത് പുരോഹിതനാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു പുരോഹിതനോട് എന്തോരം ആദരവ് കാണിക്കണം, ബഹുമാനം കാണിക്കണം. നിർഭാഗ്യവശാൽ ഒരു കുടുംബത്തിൽ കുഷ്ഠം വന്നു പോയാൽ പുരോഹിതൻ വേണ്ടേ അത് ശരിയായി, സൗഖ്യം വന്നു, നീ വീണ്ടും പാളയത്തിനകത്ത് വരിക എന്ന് പറഞ്ഞ് അവൻ അംഗീകരിക്കാൻ? അങ്ങനെയുള്ള ഒരു പുരോഹിതനെ വെറുപ്പിക്കാൻ ആരെങ്കിലും തയ്യാറാകുമോ? നിശ്ചയമായിട്ടും പുരോഹിതന്മാർ ആദരവ് അനുഭവിച്ചിരുന്നു. പുരോഹിതന്മാർക്ക് പ്രത്യേക വസ്ത്രം ഉണ്ടായിരുന്നു, പ്രത്യേക താമസ സ്ഥലമുണ്ടായിരുന്നു. അതൊക്കെ പുരോഹിതന്റെ ആദരവിന് വേണ്ടിയായിരുന്നു. എന്നാൽ പ്രവാചകന്മാരെ യഹൂദന്മാർ ആദരിച്ചത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. യെരമ്യാവിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മളത് കൂടുതൽ ചിന്തിക്കും. എന്നാൽ ഉദാഹരണത്തിന് പറഞ്ഞാൽ, എലീശായ പ്രവാചകനെ അപമാനിക്കാൻ 42 കുഞ്ഞുങ്ങൾ പോലും തയ്യാറായി. എന്തൊരു കഷ്ടമാണത്! പ്രവാചകന്മാരാരും ആദരിക്കപ്പെട്ടില്ല. ഹോശേയയെക്കുറിച്ച് വായിക്കുന്നത് ഭോഷനും ഭ്രാന്തനുമെന്ന് യഹൂദന്മാർ കരുതിയെന്നാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള നിന്ന സഹിക്കേണ്ട, അപമാനം സഹിക്കേണ്ട ഒരു ശുശ്രൂഷയായിരുന്നു പ്രവാചക ശുശ്രൂഷ. അഞ്ചാമതൊരു കാര്യം കൂടെ പറയട്ടെ. പ്രവാചക ശുശ്രൂഷ എന്ന് പറയുന്നത്, പുരോഹിത ശുശ്രൂഷ എന്ന് പറയുന്നത് കുടുംബത്തോടു കൂടെ ജീവിച്ച് ചെയ്യാവുന്നതാണ്. പുരോഹിതന് വിവാഹം കഴിക്കേണ്ടത് ആരെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വിവാഹം കഴിഞ്ഞ് ഭാര്യയോടും മക്കളോടും ഒരുമിച്ച് സന്തോഷകരമായി ജീവിക്കാം. എന്നാൽ പ്രവാചകന്മാരിൽ പലരും വിവാഹം കഴിക്കുവാൻ വേണ്ടതുപോലെ പരിഗണന ലഭിച്ചവരല്ല. ഹോശേയ പരസംഗം ചെയ്യുന്ന ഒരു സ്ത്രീയെ, മോശപ്പെട്ടൊരു സ്ത്രീയെ വിവാഹം കഴിക്കേണ്ടി വന്നു എന്ന് നാം വായിക്കുന്നു. യഹസ്കേൽ വിവാഹം കഴിച്ചു എങ്കിലും അവന്റെ ഭാര്യയെ ദൈവം കൊന്ന് അവനെ ഒരു അടയാളമാക്കി മാറ്റി എന്ന് നമുക്കറിയാം. യിരെമ്യാവിനുണ്ടായ കൽപ്പന, ഈ ദേശത്ത് നീ വിവാഹം കഴിക്കരുത്. അങ്ങനെ യിരെമ്യാവ് വിവാഹം കഴിക്കാതെ ആജീവനാന്തം അവിവാഹിതനായി ജീവിക്കേണ്ടി വന്നു, ഒരു പ്രവാചകനായി തീർന്നത് കൊണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള 5 പ്രത്യേകതകളെങ്കിലും പുരോഹിതന്മാർക്കുണ്ട്. പ്രവാചകന്മാരെ സംബന്ധിച്ച് അവർക്ക് അതിനൊന്നും അവസരമുണ്ടായിരുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് യിരെമ്യാവിനെ ദൈവം വിളിച്ചത്. ആ വിളി കേൾക്കുന്ന കാര്യത്തിൽ യിരെമ്യാവ് വലിയ ധർമ്മസങ്കടത്തിലായി. എന്തു പറയും, ദൈവത്തോട് എന്തു പറയും, എന്തു ചെയ്യും? ദൈവമാണ് വിളിക്കുന്നത്. അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കിയത് തന്നെ പ്രവാചകനായി നിയമിക്കാനാണ് ദൈവം പറയുന്നു. പക്ഷേ ഒരു പുരോഹിതനായി ഈ പറഞ്ഞ ആനുകൂല്യങ്ങളൊക്കെ അനുഭവിച്ച് സുഖേന ജീവിച്ച് ദൈവത്തെ ശുശ്രൂഷിക്കാം. അതും ദൈവസേവയാണ്. പുരോഹിത ശുശ്രൂഷയും ദൈവസേവയാണ്, പ്രവാചക ശുശ്രൂഷയും ദൈവസേവയാണ്. അങ്ങനെയാണെങ്കിൽ പുരോഹിത ശുശ്രൂഷ പോരെ? ഒരുപാട് സംഘട്ടനം യിരെമ്യാവിന്റെ മനസ്സിലുണ്ടായി. തൽക്കാലം നമുക്ക് ഇന്ന് ഇവിടെ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ വിചാരിക്കുന്നു അനേകരോട് ദൈവം സംസാരിക്കുന്നുണ്ട്. പലർക്കും കർത്താവിന്റെ വേല ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പലരെയും കർത്താവിന്റെ ആത്മാവ് അതിനുവേണ്ടി നിർബന്ധിക്കുന്നുണ്ട്. പല ബൈബിൾ ക്ലാസ്സുകളിലും അല്ല വേദവസം തനിയെ വായിക്കുമ്പോഴും പല യോഗങ്ങളിലും പങ്കെടുക്കുമ്പോൾ, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കർത്താവ് എന്നെ ഹേമിക്കുകയാണ്, നിർബന്ധിക്കുകയാണ്, നിശ്ചയമായും കർത്താവിന് എന്നെ ആവശ്യമുണ്ട് എന്ന് നമുക്ക് ബോധ്യം വരുന്നുണ്ട്. പക്ഷെ പ്രശ്നം, നമ്മൾ ഈ ലാഭനഷ്ടം കണക്ക് നോക്കുന്നു. മറ്റുള്ളവരെന്തു പറയും? സാമ്പത്തികമായ കാര്യങ്ങളിൽ എന്നെ ആര് സഹായിക്കും? ഉപജീവനത്തിന് വേണ്ടി ബൈബിളും എടുത്തുകൊണ്ട് ഞാൻ ഇറങ്ങി എന്ന് കളിയാക്കുകയില്ലയോ? ഇങ്ങനെയുള്ള ഒരുപാട് ചിന്തകൾ. ഞാൻ ആരോട് അപേക്ഷ കൊടുക്കണം, ആരോട് ഞാൻ സഹായം തേടണം, ആരെന്നെ സഹായിക്കും, ഇങ്ങനെയുള്ള ഒത്തിരി ചിന്തകൾ നമ്മുടെ ജഡം നമുക്ക് തരും. നിശ്ചയമായിട്ടും ദൈവഹിതം പലപ്പോഴും നിറവേറ്റാൻ കഴിയാതെ പോകും. നമുക്കങ്ങനെ സംഭവിക്കരുത്. ദൈവം സ്പഷ്ടമായി സംസാരിക്കുമ്പോൾ നമ്മൾ അതിനു വേണ്ടി വാക്ക് പറയണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനാണ് ഈ ജീവചരിത്രമൊക്കെ നമുക്ക് തന്നിട്ടുള്ളത്. യിരെമ്യാവ് ലാഭവും നഷ്ടവും കണക്ക് കൂട്ടി ആത്മസംഘടനത്തിലായെങ്കിലും അവൻ ദൈവത്തിന്റെ വാക്കിന് അനുസരണം കാണിക്കുവാൻ തയ്യാറായി. നിശ്ചയമായിട്ടും അവൻ വില കൊടുക്കാൻ തയ്യാറായി. ദൈവത്തെ അവൻ ഭയപ്പെട്ടു. ദൈവകരങ്ങളിൽ യിരെമ്യാവ് തന്നെ സമർപ്പിച്ചു. യിരെമ്യാവ് തന്റെ പരിമിതികളൊക്കെ ദൈവത്തോട് പറഞ്ഞു. ദൈവം അതിന് പരിഹാരമാർഗം പറഞ്ഞു കൊടുത്തു. ദൈവം അവനെ ഉപയോഗിച്ചു. ഇന്ന് നാം പറയുന്നു, വലിയ പ്രവാചകന്മാരുടെ ഗണത്തിൽ യിരെമ്യാവ് പരിഗണിക്കപ്പെട്ടിരിക്കുന്നു.
ദീർഘിച്ച വർഷം 4 പതിറ്റാണ്ട് യിരെമ്യാവ് അതിനുവേണ്ടി വില കൊടുത്തു നിന്നു. മറ്റൊരു പ്രവാചകനും സഹിക്കാത്ത മഹാകഷ്ടതകൾ താൻ സഹിച്ചു. ഒറ്റപ്പെടലുകൾ താൻ സഹിച്ചു. അപവാദങ്ങൾ നിരവധി താൻ കേട്ടു. ചിന്തിക്കാത്ത കാര്യങ്ങൾ തന്നെക്കുറിച്ച് പറഞ്ഞുണ്ടാക്കി. ഒരിക്കൽ താൻ വാവിട്ട് നിലവിളിച്ച് കരഞ്ഞു, അയ്യോ എൻ്റെ അമ്മേ, നീ എന്തിനെന്നെ പ്രസവിച്ചു എന്ന് ചോദിച്ചു. അത്രയും താൻ വേദനപ്പെട്ടു. എങ്കിലും താൻ പിന്നോട്ട് പോയില്ല. ദൈവം അവനെ അനുഗ്രഹിച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി നാം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുമ്പോൾ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ വിലയിരുത്തുക. നിശ്ചയമായും ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പ്ലാനുണ്ട്, പദ്ധതിയുണ്ട്. ശത്രു നമ്മളെക്കുറിച്ച് എന്തും പറയട്ടെ, അവൻ അവൻ്റെ വേല തുടരട്ടെ. അത് വിധിക്കുവാനും ന്യായവിധി നടത്തുവാനും ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. ന്യായമായി വിധിക്കുന്നവങ്ങൾ കാര്യം ഭരമേൽപ്പിക്കുക എന്നാണല്ലോ നമ്മളോട് വചനം പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ കർത്താവ് തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കും. ശകാരിച്ചിട്ട് പകരം ശകാരിക്കാത്തവനായ കർത്താവ്, അടി കൊണ്ടിട്ട് ഭീഷണം പറയാത്തവനായ കർത്താവ്, അവനാണ് നമ്മുടെ രക്ഷിതാവ്. അതുകൊണ്ട് അവൻ്റെ കാൽച്ചുവടുകളെ നമുക്ക് പിന്തുടരാം. കർത്താവ് അനുവദിക്കുന്ന പക്ഷം വരുന്ന ആഴ്ചകളിൽ ഈ പഠനം നാം തുടരുമ്പോൾ നമുക്ക് ഒരു തീരുമാനമുണ്ടാകുവാൻ കർത്താവ് സഹായിക്കും. നമ്മുടെ മനസ്സിൻ്റെ ആശങ്കകൾ മാറി, ആകുലങ്ങൾ മാറി ധൈര്യപ്പെടുവാൻ ദൈവം നമ്മെ സഹായിക്കും. നിശ്ചയമുണ്ട്. തീർച്ചയായും യിരെമ്യാവ് എന്ന മനുഷ്യൻ, ആ ഭക്തൻ നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. കർത്താവ് ഇന്ന് രാത്രി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. യിരെമ്യാവിനെ കുറിച്ചുള്ള പഠനം ആത്മീക ഉന്നമനത്തിന് കാരണമായി തീരട്ടെ എന്നാഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ആഹ്വാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. എല്ലാറ്റിലും തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.